തൃശൂർ തുമ്പൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലും ഇ ഡി അന്വേഷണം. ബാങ്കിൽ 3.5 കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് ഇ ഡി കണ്ടെത്തി. ഭരണസമിതി അംഗങ്ങളെ ഇ ഡി ചോദ്യം ചെയ്യും. ജിജീഷ് കരുണാകരനോട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജിജീഷ്, തുമ്പൂർ സഹകരണ ബാങ്കിലും തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? വിഷ്ണു, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾക്ക് അവസാനമാകുന്നില്ല. ഒരേപോലെ തന്നെ ഇടതു ഭരണത്തിലും UDF ഭരണത്തിലുമുള്ള ഭരണസമിതികൾ ക്രമക്കേടിന്റെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ 2024 പിറന്നതിന് ശേഷവും ഏറ്റവും ആദ്യം എടുത്ത കേസും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് കോൺഗ്രസ് ഭരണകാലത്താണ് ഇത്ര വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുള്ളത്. പല ആളുകളുടെ പേരിൽ മറ്റ് ഭൂമികൾ ഉടമ അറിയാതെ അവിടെ ഈട് വെച്ചതിന് ശേഷം പലർക്കായി കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയുള്ള തട്ടിപ്പാണ് നടത്തുന്നത്. ഇത് സംബന്ധിച്ചാണ് പരാതികൾ ഉയർന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഇ ഡി കേസെടുത്തിട്ടുള്ളത്. ഈ വർഷം രജിസ്റ്റർ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കേസായിട്ടാണ് ഇ ഡി ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക്, കരിവന്നൂർ സഹകരണ ബാങ്ക് അടക്കം നിരവധി ബാങ്കുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് മറ്റൊരു ബാങ്ക് കൂടി തട്ടിപ്പിന്റെ ക്രമക്കേടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. കൊറ്റനല്ലൂർ വില്ലേജിലെ 116/2 സർവേ നമ്പറിലുള്ള ഭൂമി ഈടായി കാണിച്ച് ബാങ്കിൽ നിന്ന് 7 പേരുടെ പേരിൽ 1,70,00,000 രൂപ അനുവദിക്കുകയായിരുന്നു ചെയ്തത്. ഈ തട്ടിപ്പെല്ലാം നടന്നത് 2017ലാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടന്നത്. ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് റെജി എന്ന ആളുടെ ഭൂമിയാണ് 116/2 ഉള്ളത്. റെജി അറിയാതെയാണ് മറ്റു ചില ആളുകൾ ഈ ലോണ് തട്ടിയെടുത്തത്. തുടർന്ന് റെജി പരാതിയുമായി മുന്നോട്ട് പോയി. താൻ അറിയാതെ തന്റെ ഭൂമി ഈട് വെച്ചുകൊണ്ട് പലർക്കായി പണം നൽകിയിരിക്കുന്നു, വായ്പകൾ ഭരണസമിതി അനുവദിച്ചിരിക്കുന്നു എന്ന് റെജി പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇക്കാര്യം പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്ക് രജിസ്ട്രാർ വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിലും ക്രമക്കേടിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പിന്നീട് ആളൂർ പോലീസ് 7 പേരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു, FIR ഇട്ടു. ഈ FIRന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ 3.5 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് പ്രാഥമികമായി അന്വേഷണം തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലായിട്ടുള്ളത്. 3.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. എങ്ങനെയാണോ കരുവന്നൂർ സഹകരണ ബാങ്കിലും കണ്ടല സർവീസ് സഹകരണ ബാങ്കിലും എല്ലാം തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, കരുവന്നൂരിൽ CPM നേതൃത്വത്തിലും കണ്ടലയിൽ CPI നേതൃത്വത്തിലും എല്ലാം തന്നെ തട്ടിപ്പ് നടന്നിട്ടുള്ളത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ തുമ്പൂരിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വലിയ ലോണുകൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മറ്റ് ആളുകളുടെ ഭൂമി പോലും ഈട് വെച്ചുകൊണ്ട് നൽകുന്നു. ഇതേ തരത്തിൽ തന്നെയായിരുന്നു പല ഭൂമികൾ ഈടുവെച്ച് നിരവധി ആളുകൾക്ക് ഭൂമി നൽകിക്കൊണ്ടുള്ള തട്ടിപ്പ് തന്നെയായിരുന്നു മറ്റു സഹകരണ ബാങ്കുകളിലും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇ ഡി വ്യക്തമാക്കുന്നത് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾക്കെല്ലാം തന്നെ, ഈ ക്രമക്കേടിന്റെ രീതികൾക്കെല്ലാം തന്നെ ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. ഒരേ രീതിയിലുള്ള തട്ടിപ്പാണ് എല്ലാ ബാങ്കുകളിലും നടത്തുന്നത്. എല്ലാം തന്നെ ആസൂത്രിതമായിട്ടാണ്. ഇവിടെ കോൺഗ്രസ് നേതാവാണ്, പ്രാദേശിക കോൺഗ്രസ് നേതാവായ ജോൺ കാച്ചപ്പള്ളി ബാങ്കിന്റെ ഭരണസമിതി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം CPM നേതൃത്വത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് എങ്കിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയുള്ള നിരവധി ബാങ്കുകളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ഈ ബാങ്കുകളെ സംബന്ധിച്ച് വലിയ പരാതികൾ അനുദിനം കൂടുതലായി വരുന്നു. ആദ്യം ഇട്ട FIRന് പുറമെ നിരവധി ആളുകൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഒരു വ്യക്തിയാണ് നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക അന്വേഷണത്തിൽ ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ജിജീഷ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് ഈ തട്ടിപ്പ് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? വിഷ്ണു, നിലവിൽ
ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് EDയെ സംബന്ധിച്ചിടത്തോളം മറ്റ് അന്വേഷണ ഏജൻസികൾ, ലോക്കൽ അന്വേഷണ ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുക. ഇവിടെ ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പല കേസുകളും ഏറ്റെടുക്കുന്നതിന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ഒരു FIR പോലും ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല പല പരാതികളിലും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇവിടെ ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്കായിരിക്കും ആരെല്ലാമാണ് തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നത്. എന്നാൽ നിലവിൽ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായി തന്നെ ഈ ഒരു തട്ടിപ്പിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. 3.5 കോടി രൂപയുടെ ബാങ്ക് ഇടപാടുകളിലൂടെ ക്രമക്കേട് നടത്തിയിട്ടുള്ള ലോൺ വായ്പാ ഇനത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ള ആളുകൾ ബാങ്കിന്റെ ഭരണസമിതിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നതാണ് പ്രാഥമികമായി തന്നെ അന്വേഷണ വിവരമുള്ളത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യാപ്തിയുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല ഈ 3.5 കോടി രൂപയ്ക്കും അപ്പുറം കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി അത് ചെറുതല്ല എന്ന് തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. മാത്രമല്ല മറ്റു നിരവധി സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്ന് ED വ്യക്തമാക്കുന്നു. കാരണം ചെറുതും വലുതുമായ തോതിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, വായ്പാ ഇടപാടുകൾ, അനധികൃതമായി ഭൂമി ഈട് വെച്ചുകൊണ്ട് പല ആളുകളുടെ ഭൂമി ഈട് വെച്ചുകൊണ്ട് മറ്റു ചിലർ വായ്പ തട്ടുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിലേക്കെല്ലാം അന്വേഷണം എത്തുന്നതിന്റെ ആദ്യപടിയായി, അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയാണോ വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം നടന്നിരിക്കുന്നത്, അതുപോലെ തന്നെ 2024 സാമ്പത്തിക ക്രമക്കേടുകളുടെ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ വെളിച്ചത്ത് വരുന്നത് തന്നെ ആയിരിക്കുമെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. അങ്ങനെയാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ED തുമ്പൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.